എത്തി ബെസ്റ്റിങ് ചെയ്യുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇനപാട് തിന്നണ്ട ചോറാ. 1.5 മണിക്കൂർ ലേറ്റ് ആയല്ലേ ഇന്ന്. എന്ത് ലേറ്റ് ആയേ? കുറച്ച് നേരം വൈകി കഴിച്ചു അല്ലേ? ഇതെല്ലാം കഴിച്ചൂടാ. ഇതെന്താ അവിടെ ഇരിക്കുന്നത്? ചെറുങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. വെള്ളം പിശിക്കൻ തന്നെ പറയാ ശരിക്ക് അല്ലേ? ആ ഒരു ക്യാരക്ടർ നോക്കരുത്. എല്ലാ അബൂക്ക കൊണ്ടുപോയിട്ട് കാണിക്കുന്ന നിങ്ങള്. എത്ര ദിവസമായി കിടന്ന് കുരക്ക് നിങ്ങൾ ഇങ്ങനെ കിടക്ക്. ഇങ്ങനെ ഉറങ്ങാത്ത മാത്രല്ല, ഇവിടെ നമ്മൾ ആരും ഉറങ്ങുന്നില്ല. അതുപോട്ടെ, ഉറക്കിന്റെ എല്ലാ പ്രശ്നം. നിങ്ങൾ ആരോഗ്യം എന്തെങ്കിലും ആയിപ്പോ. എത്ര മാസമായി കുര ഇങ്ങനെ തുടരുന്നു? അല്ല നസീറെ, ആസ്പത്രി പോകണമെന്നുണ്ട്. പക്ഷെ വെറുതെ ആടിച്ചിട്ട് ആ പൈസ എന്തെങ്കിലും നാട്ടിലെന്തെങ്കിലും കുറച്ച് വലിയ ഉപകാരത്തിനെത്തും. ഏതായാലും നാട്ടിൽ പോയല്ലേ അത്. ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട്. 2-3 ദിവസമായിട്ട് കൂടുതലല്ല, 5-8 മാസമായിട്ട് കൊരന്യാന്ന് കൂടുതൽ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പിന്നെ ആ പൈസ നാട്ടിലാക്കുന്ന പറയുന്നേ. പിന്നെയും പറയുന്നത് അത് നാട്ടിലെത്തിയ കൊണാവുന്നാണ്. നമ്മൾ ആരോഗ്യം ഇല്ലാണ്ട് എന്ത് പൈസ ഉണ്ടാക്കിയിട്ട് എന്നാണ് നമുക്ക് വേണ്ടത്? കാണുന്ന ഞമ്മക്കൊരു വിഷമില്ലേ? കൊരക്ക് നിങ്ങൾക്കില്ല. അത് ആരിസിനോട് ചോദിക്കേ, ആരിസിനോട് ചോദിക്കേ. ഞാൻ നാട്ടിൽ പോകുന്നുണ്ടല്ലോ, നാട്ടിൽ പോയിട്ട് കാണിക്കുന്നു. നാട്ടിൽ പോയിട്ട് ആരിസ് എത്ര ഇവർ തുടങ്ങിയിട്ട്? 1 കൊല്ലം അടുപ്പിച്ച. ഇത് കൊര കൂടുന്നുണ്ട് ദിവസം കഴിഞ്ഞ. ഡേഞ്ചർ കൊരയാന്ന്. ഞമ്മക്കെന്താ, ഞമ്മക്ക് നമ്മളെപ്പോഴും ജീവിക്കുന്നല്ലേ. എത്ര വർഷ ഇവര് എന്നെന്താക്ക ഒരു ചെക്കപ്പ് നടത്തിയിട്ട് എന്താന്നുള്ളത് തിരിച്ചറിയാം. ഇനി 100-200 ദിനാർ നമ്മൾ അധ്വാനിക്കുന്ന എന്തിനാ? നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ. എന്നോട് പറയായിട്ടാണ് മറ്റന്നാൾ പോയത്. ഞായറാഴ്ച എൻ്റെ കമ്പനീൻ്റെ പൈസ കിട്ടും. സെറ്റിൽമെൻ്റ് എല്ലാം ആവും. സെറ്റിൽമെൻ്റിലായിട്ട് അതുകൂടി മാറ്റി നാട്ടിൽ പോകും. നീയല്ലേ പറയുന്നു. ഞാൻ കുറേ പിശുക്കിൽ ജീവിച്ചു. ഞാൻ എൻ്റെ ആവശ്യത്തിൽ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂർ ഏകദേശം ഞാൻ പുതിയ ബസ് സ്റ്റാൻഡിൽ അറിയില്ലേ, ഞാൻ അറിയാൻ എൻ്റെ സ്ഥലമല്ലോ, അവിടെ വാങ്ങിയ ബിൽഡിങ്. ഞാനിങ്ങനെ നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കും. ഞാൻ പിശുക്കിലുണ്ടാക്കിയതല്ലോ, പിശുക്കിലുണ്ടാക്കിയതല്ലോ. ഞാൻ പൊരയുമാക്കി, മക്കൾക്ക് പൊരയാക്കി, മക്കളെ കല്യാണം കഴിച്ച് വിട്ടു. മക്കൾ 3 പെൺമക്കളാണ് എനിക്ക്. 3 പെൺമക്കളെയും കല്യാണം കഴിച്ച് വിട്ട് നല്ല നിലക്ക് പോയി. ഞാൻ ആരോട് കടപ്പെട്ടിട്ടില്ല. കടവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നാട്ടിൽ എൻ്റെ വീട്ടിൽ പോയി ഇരുന്നിട്ട് സൂയിക്കണം. പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 35 കൊല്ലം ആയി നസീറെ. 35 കൊല്ലവും ഞാൻ ജീവിച്ചത് ഇങ്ങനെ തന്നെയാണ്. ബിസ്ക്കറ്റ്, ബൂസും പരിപ്പും അങ്ങനെ ആവശ്യത്തിന് കൂടുതൽ ചിലവില്ലാണ്ട് അങ്ങനെല്ലാം ഞാൻ ജീവിച്ചു. ഇപ്പം എനിക്കെന്താ, 3 മക്കളെല്ലാം കെട്ടിച്ച് വിട്ടു. നാട്ടിൽ നല്ലൊരു വീടുണ്ടാക്കി. ഇനി എനിക്ക് ജീവിക്കാം. ഞാനിപ്പോൾ ഞായറാഴ്ച പോയെന്ന് സെറ്റിൽമെൻ്റ് എല്ലാം കിട്ടുമല്ലോ. ഞാൻ ടിക്കറ്റെല്ലാം എടുത്ത് റെഡിയാക്കിയില്ലേ. ഇനി ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് സൂചിച്ചിട്ട്, അതായത് ഇനി ഞാൻ ജീവിച്ച് കാണിക്കും. നീ എല്ലാം പറഞ്ഞ പോലെ അതേ പ്രകാരം ഞാൻ ജീവിച്ച് കാണിക്കും. നമ്മളും അത് കാണാൻ തന്നെ അബൂക്ക പറയുന്നേ. അല്ലെങ്കിൽ നമ്മക്ക് എന്താ ഉണ്ടാ പ്രശ്നം? ആരിച്ച് നമ്മക്ക് എന്താ വേണ്ടത്? നമ്മൾ ഈ പ്രവാസ ജീവിതത്തിൽ പൈസ ഉണ്ടാക്കുന്ന, അധ്വാനിക്കുന്ന, മക്കളും ഇല്ല, കുടുംബവും ഇല്ല, എന്നിട്ട് അവസാനം 60-ാമത്തെ 70-ാമത്തെ വീട്ടിൽ ജീവിച്ച മതിയാ? നിങ്ങളെ സമയം എന്താ കടന്നു പോയെന്ന്. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ല തീരുമാനം. മറ്റന്നാളെ ഞായറാഴ്ച ടിക്കറ്റ് ഉറപ്പിച്ചല്ലേ? അപ്പൊ നല്ല തീരുമാനമാണ് അത്. ഇൻഷാ അല്ലാഹ് ഇനി കൊണ്ടുപോയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ കൂടിക്ക് പഴയ പോലെ അല്ല, ആരോഗ്യം മാറ്റുണ്ട്. അപ്പൊ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യണോ? പോയ ഉടനെ നിങ്ങൾ കാണിക്കണം, ഹോസ്പിറ്റലിൽ പോണം കേട്ടാ. അപ്പൊ എല്ലാരും വിളിച്ച് അറിയിച്ചിനാ പോന്നത്? എല്ലാരോടും പറഞ്ഞിനാ? വീട്ടിലെല്ലാം പറഞ്ഞിട്ടില്ലേ? എല്ലാരോടും പറഞ്ഞിനാ? പുതിയ പടലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു പേര് നാട്ടിലുണ്ട്. ഇപ്പൊ അവരെല്ലാരും നാട്ടിലുണ്ട്. നാട്ടിൽ പോയിട്ട്
ആദ്യം ഡോക്ടറെ അടുത്ത് പോകും. ഈ കൊര എന്താണെന്ന് അറിയില്ല, ഇപ്പോൾ ഒരാഴ്ച കൂടുതലാണ്, അറിയുന്നില്ല എന്താ സംഭവം അറിയില്ല. കാണിച്ചിട്ട് ചെക്കപ്പ് നടത്തിയിട്ട് ആ മരുന്നെല്ലാം കറക്റ്റ് കുടിക്കും. 3-4 ദിവസം റെസ്റ്റ് എടുക്കും. എന്നിട്ടേ പുറത്തിലൊന്നും ഇറങ്ങും. അബൂക്ക നമുക്ക് ഇപ്പൊ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാ, മെട്രോയിലോ ഷിഫിയിലോ പോയിട്ട് ഒന്ന് കാണിക്കാം. കാരണം അന്ന് കൂടിക്ക് കഴിയുന്നില്ല നിങ്ങക്ക്. ശരിയോ, ഇപ്പൊ ശരിയാ. ചൂടുവെള്ളം കുടിക്കണം. ചൂടുവെള്ളം അന്ന് നിങ്ങൾ ചൂടുവെള്ളം കുടിക്കില്ല. നിങ്ങൾ എല്ലാം എടുത്തോ, ഞാൻ കാരണം ഇതിപ്പോ കാണിക്കാനൊന്നും പോകില്ല. മറ്റന്നാൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് കാണിക്കാൻ പോകാൻ സാധ്യതയില്ല. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇക്കൊരാ നീ ശ്രദ്ധിച്ചിനാ ദിവസം കഴിയുന്നതിന് ഒരു വ്യത്യാസം. എനിക്കെന്നെ പേടിയാകുന്നു. എന്തെന്നാണ് അള്ളാഹു, ഒരു വയസ്സുള്ള ആളല്ലേ, 38-40 കൊല്ലായി പോലും. ഞാൻ വന്നേരെ കുബൂസും പരിപ്പ് തന്നെ തിന്നു, വേറെ ഒന്നുമില്ല. എന്ന് എപ്പം പറയും നാട്ടിലേക്കണം നാട്ടിലുണ്ടാക്കിയേ. കണ്ണൂര് ബസ് സ്റ്റാൻഡിന്റെ ബേക്കിൽ സാധനമുണ്ട്, വാരം ടൗണിലുണ്ട് ഒരു വലിയ ബിൽഡിങ്, പിന്നെ ക്വാർട്ടേഴ്സ് ഉണ്ട്. നാട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാനുള്ള വകുപ്പുണ്ടാക്കിയേ. പൈസ ഉണ്ട്. ഇനിയിപ്പോ ശരീരം നോക്കിയില്ല, ഇനി ജീവിക്കുന്ന പറയുന്നു. അടിപൊളിയായിട്ട് തന്നെ ജീവിച്ച് കാണിക്കുന്നു. ചൂടുവെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ആരോഗ്യത്തെ കൊടുക്കട്ടെ, നമ്മളൊപ്പര അല്ലെ, അങ്ങനെ ജീവിക്കുന്നല്ലേ നമുക്ക് കണ്ടറിയാം. ഉള്ള കാലം പക്ഷേ ആയുസിനെ കൊടുക്കട്ടെ, സന്തോഷത്തിൽ ജീവിക്കട്ടെ. പോയിട്ട് നല്ല തീരുമാനം എടുത്തേ. 50 ലക്ഷം വിട്ടു ഇപ്പൊ പിരിയുമ്പോ 38 കൊല്ലോ സെറ്റിൽമെന്റും സർവീസും എല്ലാം കൂടിയിട്ട് എങ്ങനെ 50 ലക്ഷം റുപ്യന് മേലെ ഉണ്ടാവും. അതൊന്നും പറഞ്ഞിട്ടില്ല, അറിയും ചെയ്യൂല. വയസ്സിട്ടൊന്നും മുണ്ടൂല. അർത്ഥ കൈക്ക് ഉപ്പ് വെക്കൂല, അങ്ങനത്തെ ഒരു ആളാണ്. പക്ഷെ എന്താണ് സ്നേഹമല്ലോ ഒക്കെ, എല്ലാം ഭർത്താവ് വരുമ്പോ എല്ലാം ഒക്കെയാണ്. എന്നെ ഭയങ്കര കാര്യമാണ്. പറഞ്ഞിട്ടെന്നാ വേണ്ടേ, കാണിക്കാൻ പോണെന്ന് എപ്പം പറഞ്ഞു. ഷിഫി പോയിട്ട് കാണിച്ചിട്ട് വരാന്ന് വേണ്ട. ചൂടുവെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട്. നാട്ടിൽ പോയിട്ട് 2 ദിവസമല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം, കണ്ടറിയാം, എന്താവുന്ന കണ്ടറിയാം അല്ലേ. ഓർത്തു അബൂക്ക. അടിച്ചു പിടിക്കാം. പോയടോ അബൂക്ക. ഈ അബൂക്കാന്റെ ഈ കഥ നിങ്ങളെ മനസ്സിൽ തട്ടു. നിങ്ങൾ ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കും ഇങ്ങനെയുള്ള ആൾ ഇപ്പൊ ഉണ്ടോന്ന്. പക്ഷെ നമ്മളുടെ ഇടയിൽ ആയിരക്കണക്കിന് അബൂക്കന്മാർ നമ്മളിന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള അബൂക്കന്മാർ ജീവിക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതമാണ് വലുത്. നമ്മൾ രാവിലെ പോയിട്ട് 100 റുപ്യ ആയാലും 100 ദിനാറായാലും 500 ദിനാറായാലും ഉണ്ടാക്കുന്ന എന്തിനാ? നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം. നമ്മൾ സുഖമായിട്ട് ജീവിക്കുക. അതോടൊപ്പം മക്കൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, കുടുംബത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, വീടുണ്ടാക്കുക, സ്ഥലം ഉണ്ടാക്കുക, പ്രോപ്പർട്ടി ഉണ്ടാക്കുക. ഇപ്പൊ അബൂക്ക മരിച്ച്, അബൂക്ക് ഉണ്ടാക്കി വെച്ച സാമ്പത്തികം മുഴുവനും അബൂക്കാക്ക് 10 റുപ്യ. 6 അടി മണ്ണിലാണ് അബൂക്ക പോകുന്നത്. ഒന്നും കൊണ്ടുപോകില്ല, 3 കണ്ടം തുണിയല്ലാതെ. അപ്പൊ ഒന്നും അനുഭവിക്കാൻ അബൂക്ക പറ്റിയില്ല. 40 വർഷം പ്രവാസി ജീവിതം അനുഭവിച്ചിട്ട് അവസാനം പോയിട്ട് സുഖിക്കാന്ന് ആഗ്രഹിച്ച് എല്ലാവരോടും പറഞ്ഞിട്ടാണ് സുഖജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ എത്തിപ്പെട്ടത് അസ്രായിലാണ്, മരണപ്പെട്ടു. അപ്പൊ അതിനു മുമ്പേ നമ്മുടെ ജീവിതം എന്താക്കുക? ആസ്വദിച്ച് അടിച്ചു പൊളിക്കണം, വൈബാക്കണം എന്നൊന്നും പറയൂല, പക്ഷെ ജീവിക്കണം. അതൊന്ന് ചൂണ്ടിക്കാണിക്കാനാണ് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങളിലേക്ക് വന്നത്. എല്ലാവരോടും അല്ലെ, നമ്മളെല്ലാവരും പ്രവാസികളാണ്. നമ്മളെല്ലാം ഈ കാലയളവിലൂടെ കടന്നു പോവുകയാണ്. എല്ലാവരും ജീവിക്കുക, അടിപൊളിയായിട്ട് ഒരു തംസപ്പ് കൊടുത്തേ. അസ്സലാമു അലൈക്കും. എല്ലാവരോടും സ്നേഹം മാത്രം.